ഇൻസ്റ്റഗ്രാം തുറന്നാൽ ഇപ്പോൾ വാഴ മൂവിൻ്റെ റിവ്യൂ ആണ്. ശരിക്കും ആ ഒരു മൂവിയിൽ സിബ്ലിങ്സിൻ്റെ സ്നേഹം മാത്രമാണോ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്? ഞാനും ആ ഒരു മൂവി പോയി കണ്ടിട്ടുണ്ടായിരുന്നു. സിബ്ലിങ്സിൻ്റെയും പാരൻസിൻ്റെയും ഒക്കെ ലവ് സ്റ്റോറി അതിൽ നല്ല രീതിയിൽ അവർ പോർട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു സിനിമ. ആ ഒരു സെയിം മൂവിയിൽ തന്നെ നമ്മുടെ ചൈൽഡ്ഹുഡിനായിട്ട് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചിരുന്നോ? നമ്മുടെ അൽഫോൺസ് പുത്രൻ വന്നിട്ട് കലക്കിപ്പോയൊരു സീനുണ്ട്, അതായത് പോലീസ് സ്റ്റേഷൻ എന്നുള്ള. അതിൽ അവരോട് ചോദിക്കുന്നുണ്ട് ഒഴിവ് സമയങ്ങളിൽ എന്തായിരുന്നു ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ഹാഷിറും ടീമും പറയും ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നു, വീട്ടുകാർ ഫുട്ബോളൊക്കെ വാങ്ങി കീറിയിട്ടു. പിന്നെ ചോദിച്ചു നാട്ടിലെ ഗ്രൗണ്ടിൽ പോയി കളിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ വേറൊരു പ്രശ്നം, നാട്ടിലെ ഒട്ടുമിക്ക നല്ല ഗ്രൗണ്ടുകളും പാർട്ടിക്കാരോ അല്ലെങ്കിൽ വേറെ ആൾക്കാരോ അവരെ സ്വന്തമാക്കി മാറ്റിയിട്ടുണ്ടാവും. എന്നാൽ പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ സ്കൂൾ ഗ്രൗണ്ടിൽ പോയി കളിച്ചൂടെ എന്നുള്ളത്. ഞാൻ പഠിക്കുന്ന സമയത്തും ഒരുപാട് സ്കൂളിൽ ഇങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. തൃശ്ശൂർ പൂരത്തിന് ആനയെ ഇട്ട പോലെ സ്കൂൾ ഗ്രൗണ്ട് ഫുള്ള് ബസ്സും സ്കൂളിൻ്റെ വാനും ഓട്ടോറിക്ഷയും വരെ കാണും. ഇനിയിപ്പോൾ ഗേൾസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരെ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോലും വിടൂല. ഇങ്ങനെ കുട്ടികളെ ഒന്നിലും എൻഗേജ് ചെയ്യിപ്പിക്കാതെ മടിയന്മാരാക്കിയിട്ട് പിന്നെ അവർ വല്ല ബാഡ് ഇൻഫ്ലുവൻസിൻ്റെയും പുറകെ പോയിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഈ ഒരു അവസ്ഥ നമുക്ക് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ മെയിൻലി വെക്കേഷന് കൂടിയാണ്. കുട്ടികളെ എന്തെങ്കിലും സ്പോർട്സിൽ എൻഗേജ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ജിമ്മിൽ പറഞ്ഞയക്കുക. അവർക്ക് എന്ത് ചെയ്യാനാണോ ഇഷ്ടം അത് അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ച് അതിലോട്ട് എൻഗേജ് ചെയ്യിപ്പിക്കുക. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക, നിങ്ങളുടെ സ്വന്തം മക്കളെ, അല്ലെങ്കിൽ വേണ്ട നിങ്ങളുടെ സിബ്ലിങ്സിനെ അവർക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ? അതിനു വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുണ്ടോ? സോ പ്ലീസ് ഗോ ആൻഡ് ടോക്ക് ടു ദം. അവർ ചിലപ്പോൾ ആദ്യം ഒന്ന് പോയടാ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് പൊട്ടിത്തെറിയുണ്ടാവും. പക്ഷേ ലാസ്റ്റ്ലി അവർ നിങ്ങളോട് സംസാരിക്കും. നിങ്ങളല്ലാണ്ട് പിന്നെ ആരാ അവർക്ക് സംസാരിക്കാൻ? അപ്പോൾ ഓക്കെ.